പറയരുത്. സാറിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ഒന്ന് സഹായിക്കൂ സാർ, ഒന്ന് പിടിക്കൂ. ഹലോ, അതെ സഹദേവന. എവിടെ വെച്ച്? എന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ല. ഹോസ്പിറ്റൽ ഏതാണെന്നറിയോ? ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കിട്ടുന്നില്ലല്ലോ. അത്യാവശ്യത്തിന് വിളിക്കും, എന്നെ കിട്ടുന്നുമില്ലല്ലോ. എന്ത് പറ്റി? ആകെ ടെൻഷനിലാണല്ലോ. അതെ, ടെൻഷനില്ല. നിനക്കെന്ത് വേണം? അയ്യോ, കിട്ടുന്നില്ല. കിട്ടുന്നില്ലല്ലോ. ഇതെന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നേ? എന്താ പ്രശ്നമൊന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. പ്രശ്നമൊന്നുമില്ല. ആളെ വിടുവോ നീ? ആഹാ, അങ്ങനെ പോയാ പറ്റില്ലല്ലോ. നിങ്ങൾ ഈ വിളിയൊക്കെ നിർത്തി കാര്യം പറഞ്ഞേ. ഈ ഫോണിങ് പറ്റില്ല. ഫോണിങ് തരാനല്ലേ പറഞ്ഞത്? എന്താന്ന് വെച്ചാ പറ. സഹദേവ, എന്താ ഇവിടെ? ചേച്ചി, എവിടുന്ന് ഒരു ഫോൺ വന്നു. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. കാര്യം ചോദിച്ചപ്പോഴേ പറയാൻ വലിയ ബുദ്ധിമുട്ട്. സഹദേവ, ആരാ വിളിച്ചത്? എന്താ സംഭവിച്ചേ? എന്താ ഒരു പരിഭ്രമം? അപ്പൊ കാര്യം എന്തോ സീരിയസ് ആണല്ലോ. എന്താന്ന് പറയ് സഹദേവ. ഏട്ടത്തി, അത് എന്റെ ഒരു പരിചയക്കാരൻ വിളിച്ചതാ. ഏട്ടന് 1 മണിക്കൂർ മുമ്പ് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. ആക്സിഡന്റോ? ഭയക്കാനൊന്നുമില്ല ഏട്ടത്തി. ഞാൻ ആനന്ദിനെയാ വിളിക്കുന്നത്. കിട്ടുന്നില്ല. അരവിന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഏതായാലും ഞാനൊന്ന് പോയിട്ട് ഏട്ടത്തിയെ വിളിക്കാം. വിലാസിനി, ഏട്ടത്തി നോക്കൂ. എനിക്കിപ്പോ കാണണം കൃഷ്ണേട്ടനെ. കമല മാം, ഡ്രൈവറോട് പറ കാർ എടുക്കാൻ. ഓ മൈ ഗോഡ്. ഡ്രൈവർ, വണ്ടി എടുക്കൂ. ഒന്നുമില്ലടാ. ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ ഹോസ്പിറ്റലിലെത്താൻ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഇതാവില്ലായിരുന്നു അവസ്ഥ. ഇപ്പോൾ ആള് സേഫാ. ചേട്ടാ നടക്കും. അകത്തേക്ക് പോ.
ഇരിക്ക്. എന്താ കൃഷ്ണേട്ടാ, എന്താ പറ്റിയേ? എന്താ എന്നെ വിളിക്കാത്ത? ഹേയ്, അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. രാവിലെ ലയൺസ് ക്ലബ് മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിയത്. അപ്പോഴേ ഒരു നെഞ്ചരിച്ചിലുണ്ടായിരുന്നു. ഗ്യാസ് ആണെന്ന് കരുതി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഗ്യാസിന്റെ ഒരു ഗുളിക വാങ്ങിച്ചു കഴിച്ചു. വരുന്ന വഴിക്ക് ഇടത് സൈഡിൽ വേദന കൂടി. അപ്പോഴേക്കും ഒരു ഭയം വന്നു. ഉടനെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോണ്ടേ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിച്ചാ പോരെ? ഞാൻ വിചാരിച്ചതാ. അപ്പോഴേക്കും വേദന കൂടി. തല മുതൽ കാല് വരെ ഒരു പെരുപ്പ്. ഐ വാസ് ആൾമോസ്റ്റ് ഹെൽപ്ലെസ്. കാറിന്റെ നിയന്ത്രണം വിട്ട് വണ്ടി എങ്ങനെയോ എവിടെയോ പോയിടിച്ചു. ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് അല്ലേ ഡോക്ടർ? അതെ. ഈശ്വരാ. ഫോൺ വിളിക്കാനെടുത്തപ്പോൾ മൊബൈൽ കാറിൽ എവിടെയോ തെറിച്ചു വീണു. എന്തൊക്കെയോ ഭയം. മരിച്ചുപോയ അച്ഛന്റെയോ അമ്മയുടെയൊക്കെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒരു സിനിമ പോലെ കുട്ടിക്കാലം മുന്നിലൂടെ കടന്നുപോയി. അവസാനം കണ്ട മുഖം ദാസിന്റെ മകൾ കല്യാണിയുടേതാണ്. സത്യം പറഞ്ഞാൽ മക്കളെക്കുറിച്ച് എനിക്കൊരു വിഷമവുമില്ല. രണ്ടാളും വളർന്നില്ലേ. ഓർമ്മയിൽ വന്നത് സിന്ദൂരരേഖയിൽ കുങ്കുമമില്ലാത്ത, ചിരിക്കാത്ത അഖിലാണ്ടേശ്വരിയുടെ മുഖമാണ്. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും മൊത്തം ഇരുട്ടായി. അഖിലയുടെ ഭാഗ്യം. ആക്സിഡന്റ് ആയതും ദാസിന്റെ മകൾ ഓടിയെത്തി. എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ... വേണ്ട, കൂടുതൽ ഒന്നും പറയണ്ട. വല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നീട് അഖിലാണ്ടേശ്വരി ഈ ഭൂമിയിൽ കൂടെ വരും. ഞാൻ എവിടെയാണെങ്കിലും. ഭഗവാനേ, എന്താ ഒരു അഭിനയം. ഏട്ടത്തി, ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനൊക്കെ? മതി, വിഷമിക്കണ്ട. അതെ, എല്ലാവരും ദുസ്വപ്നമായിട്ട് നമുക്ക് മറക്കാം. ഏതായാലും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച ആ കുട്ടിയെ ഒരിക്കലും മറക്കരുത്. ഉം. അല്പം വൈകിയിരുന്നെങ്കിൽ ശിവരാമൻ ഇതാകുമായിരുന്നില്ല അവസ്ഥ. ഡോക്ടറായ എനിക്ക് പോലും. അതെ, ദാസിന്റെ മകളെ എനിക്കിനി ജീവിതകാലം മുഴുവൻ മറക്കാൻ കഴിയില്ല. അവൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലേ? ഷീ ഡിസേർവ്സ് സംതിങ് ഇൻവാല്യുബിൾ. എന്റെ ജീവൻ ഇപ്പോൾ അവളുടെ സഹായമാണ്. ഒന്നും വേണ്ട സർ, ഇവിടുത്തെ കൃപ കൊണ്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. അത് തന്നെ ധാരാളം. അങ്ങനെയല്ല ദാസ്, കല്യാണിക്കൊരു നന്ദി പറഞ്ഞാൽ തീരില്ല. അഖിലേ, ആനന്ദ് പറഞ്ഞതുപോലെ നമുക്കൊരു ജോലി കൊടുത്താലോ? മനസ്സിന് കുറച്ചെങ്കിലും ആശ്വാസം വരും. ഇതുപോലുള്ള കാര്യത്തിന് നന്ദി പറയേണ്ടത് ദൈവത്തിനാ, മനുഷ്യനല്ല. വന്നേ, അകത്ത് പോയി കിടക്കാം. ആനന്ദ്, ഒളിപ്പിക്കോ, ഞാൻ വന്നോളാം.
നേരം കുറെ ആയല്ലോ, അച്ഛൻ എന്താ വരാത്തെ? ചേച്ചി ജോലി കിട്ടി കാണില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പേ അറിയിച്ചേനെ. ഉം, അതിലും കാര്യമുണ്ട് അനിയൻകുട്ടാ. ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ. ഓ, അമ്പലത്തിലെ കാര്യസിദ്ധി പൂജ കഴിഞ്ഞപ്പോ 12 മണിയായി. പിന്നെ പ്രസാദം വാങ്ങിക്കാൻ നീണ്ട ക്യൂ. അതും കഴിഞ്ഞു പിന്നെ അന്നദാന ക്യൂല്. ചോറ് കിട്ടിയപ്പോ 3 മണിയായി. കുഴഞ്ഞു വീണില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണത് ദേവി എന്നെ മനഃപൂർവ്വം താമസിപ്പിച്ചതെന്നാ. ആ എന്താ ദേവിക്ക് ചേച്ചിയോട് എന്തെങ്കിലും മുൻവൈരാഗം വല്ലതും ഉണ്ടോ? അതല്ലട പൊട്ടാ. ഇന്ന് 2 മണിയോടുകൂടി വീട്ടിലെത്തുന്ന ഞാൻ ഇന്ന് വന്നപ്പോ ഏകദേശം 4 മണിയായില്ലേ. അതുകൊണ്ടല്ലേ വഴിയിലെ ആക്സിഡന്റ് ആയ സാറിനെ രക്ഷിക്കാൻ പറ്റിയത്. ഓ അങ്ങനെ തെളിച്ച് പറ. ഉം. അതേതായാലും കാര്യമായി. ഇപ്പൊ എല്ലായിടത്തും ചേച്ചിയെ കുറിച്ചാ ചർച്ച. ആ സെക്യൂരിറ്റി മാമന്മാര് പറയുന്ന കേട്ടു, ഉം. ചേച്ചി ഉള്ളത് കൊണ്ടാ സാർ രക്ഷപ്പെട്ടേന്ന്. അതുകൊണ്ട് ചേച്ചിക്ക് ഈ ജോലി തരും. ഒരു പക്ഷെ മാഡം ജോലി തന്നില്ലെങ്കി വല്യുഞ്ഞിന് വിഷമാവും. അത് ഓർക്കുമ്പോഴാ ആദ്യമായിട്ട് അമ്മയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നെന്ന് അച്ഛൻ പറഞ്ഞത്. ഒരു പക്ഷെ ഇത് നടന്നില്ലെങ്കി വലിയ വിഷമാവും. അങ്ങനെയാണെങ്കി നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. ആദ്യമായിട്ട് അമ്മയുടെ ഒരു കാര്യം ചോദിച്ചാ അത് നടക്കും ചേച്ചി. ചേച്ചി സമാധാനിക്കും. എനിക്ക് വിശക്കുന്നു, വാ. ഓക്കെ, നേരെ ഒരു ടീ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. വീട്ടിൽ ചില പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ നന്നായി റെസ്റ്റ് ചെയ്യും. ഒരാഴ്ചത്തേക്ക് ഡ്രൈവ് ചെയ്യണ്ട. ശരി, താങ്ക്സ് അലോട്ട്. താങ്ക്സ് ഒന്നും വേണ്ട. താനൊന്ന് ഉഷാറായിട്ട് ക്ലബിൽ വന്ന് 2 ലാർജ് വാങ്ങിച്ചു തന്നാ മതി. ഇപ്പൊ വരാം. ശരി. കമല, ഉടൻ തന്നെ തൃച്ചംബരത്ത് കുടുംബേശ്വരി പൂജ ഏർപ്പാടാക്കണം. അതിൽ പങ്കെടുക്കാൻ മഹേശ്വരിയും ഫാമിലിയും കൂടി വന്നോട്ടെ. ശരി മാഡം. ഇനി എല്ലാവരും പൊയ്ക്കോ. കൃഷ്ണേട്ടൻ കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. സരോജം, ഭക്ഷണം വിളമ്പ്. ശരി മാഡം. അമ്മേ, ഉം. കല്യാണിയുടെ ജോലിക്കാര്യം പറഞ്ഞിരുന്നു. അമ്മ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ. ശരി, ദാസേട്ടനെ വിളിക്കും. ശരി. അമ്മേ, ദാസേട്ടാ, നിങ്ങളുടെ മോൾ ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുകയോ ചെയ്യരുത്. നാളെ രാവിലെ സരോജത്തിന്റെ കുക്കിംഗ് അസിസ്റ്റന്റായി അവൾക്ക് ജോയിൻ ചെയ്യാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആനന്ദ് പറഞ്ഞു തരും. ശരി മാഡം. കുഞ്ഞെ, എനിക്ക് സന്തോഷായി. വെറും നന്ദിയല്ല, തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് കുഞ്ഞിനോട്. ഞാൻ പോയി ഈ വിവരം മോളോട് പറയട്ടെ. ചേച്ചി, സമയം ഒരുപാടായി, എനിക്ക് വിശക്കുന്നു. അനിയൻകുട്ടാ, എനിക്ക് ജോലി കിട്ടുമ്പോ നിന്നെ പഠിപ്പിച്ച് കളക്ടറാക്കും. അത്
അതിനുവേണ്ടി വലിയൊരു സ്കൂളിൽ ചേർത്ത് നിന്നെ ഞാൻ പഠിപ്പിക്കും. നടന്നത് തന്നെ. എനിക്ക് വിശക്കുന്നു. ചേച്ചി എനിക്ക് എന്തെങ്കിലും എടുത്ത് താ. ഉഫ്, ഇവിടെ ഒരാൾ ജോലി കിട്ടൂല്ലേ എന്നുള്ള ടെൻഷനിൽ നിന്ന് ഉരുകുക. അവന് തിന്നോളാൻ വയ്യ. അതറിയാനുള്ള ടെൻഷൻ എനിക്ക് വേണ്ട. അതെന്താ? ചേച്ചി അവരോട് ചെയ്തിട്ടുള്ള ദ്രോഹം വെച്ച് നോക്കുമ്പോ ഒരു കാരണവശാലും ജോലി കിട്ടില്ല. ആ വെഡിങ് ഡേ അലങ്കോലമാക്കിയതേ അവര് മറക്കുവോ? ഡാ, നിനക്ക് സ്കൂളിൽ പഠിക്കാൻ വയ്യ അതല്ലേ? ഡാ, ഞാനേ അവിടെ നിൽക്കടാ. ഡാ, അവിടെ അഖില, എന്താ ഇത്? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല കൃഷ്ണേട്ടാ, ഒരു നിമിഷം ഞാനങ്ങ് സ്വയം നഷ്ടപ്പെട്ടു പോയി. കൃഷ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ... അയ്യേ, ഡോണ്ട് ബി സില്ലി അഖില. അയൺ ബട്ടർഫ്ലൈ എന്നല്ലേ പണ്ട് കോളേജിൽ നിന്റെ വിളിപ്പേര്? ആ ആളാണോ ഇങ്ങനെ നാണക്കേട്? ഷെയിം, ഷെയിം. നോക്ക്, എന്നെ അങ്ങനെയൊന്നും ദൈവം വിളിക്കൂല. 4-5 കൊച്ചുമക്കളെയും അവരുടെ 10-15 മക്കളെയും ഈ തോളിൽ എടുത്തിട്ട് ഞാൻ ഈ ലോകം വിടും. അത് നിന്റെ മടിയിൽ കിടക്കും. അതാണ് എന്റെ മോഹം. കൊള്ളാം, ചെറിയ മോഹമൊന്നും അല്ലല്ലോ. നടക്കും അതൊക്കെ? നടക്കുമോ? നടക്കും. ജീവിച്ച് കൊതി തീരാത്തതുകൊണ്ടാ. ഭർത്താവിനെ ജീവന തുല്യം കരുതുന്ന സുന്ദരിയായ ഭാര്യ, കരുത്തരായ 2 മക്കൾ, ലക്ഷ്മണനെ പോലെ ഒരു സഹോദരൻ. എവരെയെല്ലാം കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും ഇല്ലാന്ന് അങ്ങനോട് പറയും. കാലനോട് എന്താ കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, സന്തോഷം. വാ, നമുക്ക് ആഹാരം കഴിക്കാം. ചേച്ചിയുടെ അച്ഛൻ. അച്ഛാ, എന്താ അച്ഛാ? മോളെ, എല്ലാം ശരിയായി. നാളെ മുതൽ ജോലിക്ക് കയറാൻ പറഞ്ഞു. കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലാ. ഈശ്വരാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചേച്ചിക്ക് ഈ ജോലി കിട്ടും. ആ, ആ വലിയ കുഞ്ഞ് ദൈവ മോളെ, പറഞ്ഞ വാക്ക് പാലിച്ചു. മോള് വളരെ ശ്രദ്ധിച്ച് നല്ല അടക്കത്തോടെയും ഒതുക്കത്തോടെയും വേണം ജോലി ചെയ്യാൻ. ഇനി ഒരു തെറ്റും എന്റെ മോള് ചെയ്യരുത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കല്യാണിക്ക് ശരീരത്തിനും മനസ്സിനും പിടിച്ച ആഹാരം ഉണ്ടാക്കാൻ അറിയാം, അത് മതി. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഡിസ്റ്റർബൻസ് ആയോ? ഹേയ്, എന്താ വലിയ കുഞ്ഞ് ഇങ്ങനെ പറയുന്നേ? പ്രധാനമായിട്ട് ഞാനൊരു നന്ദി പറയാനാ വന്നത്. അയ്യോ, ഞങ്ങളല്ലേ നന്ദി പറയണ്ടേ? ജീവൻ രക്ഷിച്ചവർക്ക് എന്തു കൊടുത്താലും അതിന് പകരമാവില്ല, അറിയാം. പക്ഷേ ഒരു നന്ദിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനാവില്ല. ഇന്നെന്റെ അച്ഛൻ ജീവനോടെ ഇരിക്കുന്നത് കല്യാണി കാരണോ? അല്ലെങ്കിൽ... അങ്ങനെയൊന്നും പറയരുത് വലിയ കുഞ്ഞെ. അദ്ദേഹം ഞങ്ങളുടെ ദൈവ. കല്യാണിയോട് ഈ ദിവസം നന്ദി പറയാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ദാസേട്ട. ബിസിനസിന്റെ വലിയ വലിയ ടെൻഷൻ പോലും എന്റെ ഉറക്കം കെടുത്തിയിട്ടില്ല. പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് അവിടെ ജോലി തന്നില്ലേ, ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ദാസേട്ട, സാധാരണ പാചകത്തിന് ആളെടുക്കുന്നത് ആദ്യം ഇന്റർവ്യൂ നടത്തി, പിന്നെ 2 ദിവസത്തെ പാചകം ടെസ്റ്റ് ചെയ്ത് വൃത്തിയും വെടിപ്പും നോക്കി ഹെൽത്ത് സർട്ടിഫിക്കറ്റോടെയാ. പക്ഷേ കല്യാണി ഭാഗ്യവതിയാ. ഡയറക്റ്റ് നിയമനമല്ലേ. കല്യാണി, അമ്മയുടെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. കുഞ്ഞെ, ഇവിടം വരെ വന്നിട്ടൊരു കാപ്പി കുടിക്കാതെ ഞാൻ പെട്ടെന്നുണ്ടാക്കാം. മാമനെ, എന്റെ കൂടെ ഒന്ന് വരുവോ? എവിടെയാ? വാ, പറയാം.
ഇത് ഇവിടുത്തെ മണ്ണി പിടിച്ച ആദ്യത്തെ ചെമ്പരത്തി പൂവാ. വാങ്ങണം.